ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണം സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സോ അത് റിയാക്ട് ചെയ്യാണ്. കാരണം ഈ സിനിമ എന്താ പറയാ, ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ എപ്പിക്. അപ്പൊ ഞാൻ അതിൽ ഈ വീഡിയോ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചുമ്മാ ജസ്റ്റ് വെറും ഈ ഒരു സിനിമ, രാമായണ സിനിമയുടെ ട്രെയിലർ മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാലമായിട്ട് എൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് തന്നെ ടോപ്പിക്കിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് ആക്കാനുള്ള ആഗ്രഹത്തിൽ കുറെ കാലം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കൂടെ നമുക്കൊണ്ട് അതിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്യുക, ജമ്പ് ചെയ്യാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഇപ്പം രാമായണം എന്ന് പറഞ്ഞ സിനിമ വരുന്നു. നമ്മൾ ഒരുപാട്, എനിക്ക് മുന്നേ സിനിമകളായിട്ട് തന്നെ രാമായണമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഇതിനുള്ള പ്രത്യേകത വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതായിരിക്കും വലിയൊരു സ്കെയിലിൽ നമുക്കൊരു ടു ദ വേൾഡ്, നമ്മുടെ വേൾഡ് സിനിമയിൽ നമുക്ക് ലോകത്ത് എവിടെ കൊണ്ടും നമ്മുടെ ഇതിഹാസം എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയ ഒരു തരത്തിലുള്ള ഒരു സിനിമ ഇതായിരിക്കും എന്ന് ഉറപ്പാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാല്, നമ്മൾ പലരും, ഞാൻ പോലും ഇപ്പൊ ഞാനൊക്കെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ചെറുപ്പത്തില് നമ്മുടെ അമ്മുമ്മ, നമ്മുടെ അമ്മ എല്ലാവരും ഇതിനെ പറ്റിയൊക്കെ രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഭക്തി, എന്താ പറയാ, ഞാൻ ആദ്യം പറയാനാണ്, ഒരു 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 നമ്മളൊരു മതത്തിനെ പറ്റിയിട്ടോ റിലീജിയനെ പറ്റിയിട്ടോ ദൈവത്തിനെ പറ്റി ഒന്നും മോശമായി സംസാരിക്കില്ല എന്ന് എല്ലാവരോടും ഫുൾ റെസ്പെക്ട്. എന്നാൽ കൂടുതൽ തിരിച്ചറിവ്, അതായത് നമ്മൾ ചെറുപ്പത്തില്, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ചെറുപ്പത്തില് നമ്മൾ ചെറുതായി വരുമ്പം ഭയങ്കര അത്ഭുതത്തോടെ ഇതൊക്കെ എന്താ പറയാ, ഇങ്ങനെ ഒരു ഗോഡ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിട്ട് വളർന്നു വരുമ്പോൾ ഒരു ഇത് ചിലപ്പം ഞാൻ പറയുന്ന അധികം ഇന്ത്യക്കാർക്കും ഉണ്ടായ ഒരു സംഭവമായിരിക്കും. നമ്മൾ ടീനേജിൽ എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഓക്കെ, ഇതൊക്കെ നമ്മളൊരു സ്റ്റോറി ആണോ, ഇതൊക്കെ ഫിക്ഷൻ ആണോ എന്നുള്ള ഒരു സംശയം ഒരു അംഗത്തതില്. എന്നാല് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വളരാത്ത ഒരുപാട് പേര് എനിക്ക് മനസ്സിലാവും നമ്മളെ ഇന്ത്യയിലുണ്ട്. ആക്ച്വലി നമ്മൾ അതുവരെ നമ്മൾ നിൽക്കും, പിന്നെ നമ്മൾ കൂടുതൽ പഠിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചില്ല ഇപ്പം നമ്മൾ ഒരുപാട് വളർന്ന് നമ്മൾ ഇന്റലക്ച്വലി നമ്മളൊന്ന് ചിന്തിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയ ടൈമില് പിന്നീട് നമ്മൾ മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ഹിസ്റ്ററി ആണെന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മളിത് വല്ലാതെ ഇതിലേക്ക് ആഴത്തിലേക്ക് അറിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും നമ്മൾ കേട്ട ഒരു കഥയൊന്നുമല്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയില് ചിലർ പറയുന്നു 12,000 വർഷങ്ങൾക്ക് നടന്നതാണ്, ചിലത് പറയുന്നു എന്നാ നടന്നതിനുള്ളതിനൊരു വ്യക്തമായതില്ലെങ്കിൽ പോലും 12,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്ത് സംഭവിച്ച കഥയാണിത്. ഇതിനെ വാൽമീകി എന്ന ആൾ എഴുതിയ നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ സിനിമ, നമ്മൾ കുറെ സീരിയൽ കണ്ട്, നമ്മളെ ഏറ്റവും പറ്റിയ അബദ്ധം നമുക്ക് എന്താ വെച്ചാൽ, ചൈൽഡ്ഹുഡിൽ നമ്മൾ കണ്ട സീരിയൽസ് ആണ്. ജയ് ഹനുമാൻ, ഓം നമ ശിവായ, അല്ലെങ്കിൽ രാമായണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ട സീരിയൽസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് നമ്മൾ ഏറ്റവും വലിയ തെറ്റ്. കാരണം അതിൽ കണ്ട തോന്നിവാസം പല ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അവരെ ഇഷ്ടത്തിന് കാണിച്ചും ചെയ്തതും കണ്ടതാണ് നമ്മൾ ഏറ്റവും വലിയ തെറ്റ്. ഇത് ശരിക്കും വാൽമീകി എഴുതി വെച്ച രാമായണം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ഹിസ്റ്ററിയാണ്. അത് കുറച്ച് കാവ്യാത്മകമായിട്ട് എഴുതി, അതിനുള്ള ഒരുപാട് തെളിവുകളൊക്കെ നമ്മുടെ നാട്ടിൽ പലതായിട്ടുണ്ട്. ഈ രാമായണം സംഭവിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ, കൂടുതൽ വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷെ ഇത് മനസ്സിലാക്കണം, നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ്. അതിന്റെ കുറെ വേർഷൻസ് ഇറങ്ങിയപ്പോൾ അതിൽ കുറച്ച് അതിഭാഗവത്വം വന്നു, അതിൽ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പല രീതിയിൽ നമ്മൾ പഠിച്ചതൊക്കെ അങ്ങനെ ആയി പോയെന്നുള്ളൂ. ഇത് കുറേ ഡീപ്പായിട്ട് സംസാരിക്കാനുണ്ട്, ഇതില് കുറെ സയൻസ് ഉണ്ട്, ഇതില് കുറെ മിത്ത് മാത്രമല്ല, ഒരിക്കലും ഒരു മിത്തും അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓണസ്റ്റ്ലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു മനുഷ്യനും ഈ ലോകത്തുള്ള നമ്മൾ കണ്ണിൽ കാണാത്തതോ നമ്മൾ അറിയാത്തതോ നമ്മൾ എവിടെയെങ്കിലും കേട്ട് അറിയാത്തതോ അല്ലാത്തതിന്റെ അപ്പുറത്തേക്ക് ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം നമുക്ക് ടോപ്പിക്ക് ചെയ്യാണ്ട്. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം, നമ്മളിപ്പോ ഒരു 100 വർഷത്തിന് ശേഷം നമ്മളെ ഈ വേൾഡിൽ എന്ത് ടെക്നോളജി ആയിരിക്കും വരുമെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഞാനിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ അറിവിലോ നിങ്ങളെ എവിടെയോ കേട്ട് മറന്നതല്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാജറേറ്റ് വേർഷൻ അല്ലാത്ത ഒരു കൺസെപ്റ്റും ഒരു ടെക്നോളജിയും നിങ്ങൾക്ക് കൊണ്ടുവരാനോ പറയാനോ പറ്റില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് അടിക്കുകയാണെങ്കിൽ അത് എനിക്കൊരു വേറെ അറിവായിരിക്കും. ഞാൻ പഠിച്ചു വന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കി എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുഷ്പക വിമാനം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ,
വേണമെങ്കിൽ അതായത് പറക്കുന്ന പക്ഷി, ഏഹ്, ഓടുന്ന രഥം, അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് വിമാനം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം എതിർക്കുന്നവർക്ക്. പക്ഷേ അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമല്ല. ഞാനതാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങളോട്. എന്തെങ്കിലും ഒരു ഞാൻ പറയാം, ഒരു 100 വർഷത്തിന് ശേഷം നമ്മുടെ ലോകത്ത് വരാൻ പോകുന്ന ടെക്നോളജി, നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടറിവോ നിങ്ങൾക്ക് കണ്ടറിവോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ, അപ്പൊ ഞാൻ എൻ്റെ ഈ ഒരു ഇതെനിക്ക് വല്ലാതെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണത്. നിങ്ങൾ എന്താലോചിച്ച് കൂട്ടിയാലും അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന അത്ര വർഷങ്ങൾക്ക് മുന്നേ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ, ഈ പുഷ്പവിമാനം മാത്രമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബ്രഹ്മാസ്ത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പിന്നെ സംസാരിക്കാം. നമുക്ക് ഇപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ, എനിക്ക് രാമായണം എന്ന് പറഞ്ഞ സിനിമത്തിന്റെ ഉപരി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിൽ കൂടുതലായിട്ട് അവര്, അതായത് ഒറിജിനൽ രാമായണം എടുത്തിട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്താണെന്ന് അറിയില്ല, കുറച്ചൊക്കെ ഒരു എക്സാജറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് ആ ട്രെയിലറിലേക്ക് പോവാം. ട്രെയിലറിൽ കാണാം. Yes. Oh.
ഓ സി അതില് എനിക്കൊന്ന് നമ്മള് ഈ സിനിമയെ കുറിച്ച് നമ്മൾ സാധാരണ സിനിമ റിയാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയേണ്ടത് ടെക്നിക്കൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അദ്ദേഹം ഡയറക്ടർ പേര് എഴുതി കാണിച്ചാൽ അദ്ദേഹത്തിന്റെ രാമായണം കൃത്യമായിട്ട് എഴുതിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രാമായണം ഉണ്ട്, എത്രയോ നൂറുകണക്കിന് രാമായണം ഉണ്ട്. സോ ഇദ്ദേഹത്തിന്റെ വേർഷനിലെ രാമായണമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വാത്മീകി എഴുതിയ രാമായണമാണ് ഒറിജിനൽ വൺ. ഓക്കെ, സോ കൂടുതൽ അതിനോട് നീതി പുലർത്തുന്നു വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം ഇതിന് പറയേണ്ടത് നമ്മളെ ഇതിന്റെ ടെക്നിക്കാലിറ്റിയാണ് കൂടുതൽ, കാരണം ഇതിന്റെ ക്വാളിറ്റി. ബാക്കി നമുക്കറിയാം ഇതിന്റെ കഥയൊക്കെ നമുക്കറിയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴും ആർക്കും അറിയില്ല എന്ന് ഞാൻ പറയുന്നത്. സത്യസന്ധമായ കഥ ഒരു 95% ആൾക്കാർക്ക് അറിയില്ല. അതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം. ഒറിജിനൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതൊന്നും ആർക്കും അറിയില്ല. ഓക്കെ, എന്നാൽ പോലും ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം വാത്മീകി രാമായണത്തിൽ ഞാൻ അടുത്ത് കേട്ടെന്ന് വെച്ചാൽ വാത്മീകി രാമായണത്തിൽ ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്ന് കേട്ടത്. പക്ഷെ ഇതിലേക്കൊന്നും അങ്ങനത്തെ ഒരു ഷോർട്ടൊക്കെ കണ്ടു നമ്മളിത്. അപ്പം എക്സാക്ട്ലി അതായിരിക്കില്ല, ഇദ്ദേഹത്തിന്റെ വേർഷൻ ആയിരിക്കും. എന്തായാലും നമ്മൾ ടു ദ വേൾഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഒരു സിനിമ ആ ഒരു ക്വാളിറ്റി ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ഇവരുടെ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഗംഭീര ഒരു ഫിലിം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഗംഭീര സ്റ്റോറിയാണ്. ഈ രാമായണ കഥ പറഞ്ഞ എല്ലാ ഇമോഷൻസും ഉള്ള ഒരു ഗംഭീര സ്റ്റോറിയാണ്, നമുക്കറിയുന്നതാണ്. സോ അതിലെ ആക്ടേഴ്സ് യശിനെ പോലെ ആക്ടർ രാവണൻ ചെയ്യുമ്പോൾ നമുക്ക് രാവണനെ പറ്റി നമുക്ക് പല ആംഗിളിൽ പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. രാവൺ ഒരു നല്ല ആളായിരുന്നു പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അതിനോട് ഞാൻ അധികം യോജിക്കുന്നില്ല, കാരണം അദ്ദേഹം അങ്ങനത്തെ ആളല്ലായിരുന്നു അദ്ദേഹം. ബട്ട് അങ്ങനെ വരെ ആംഗിളിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയിട്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ യശ് ഗംഭീരമായിട്ടുണ്ട് ഇതില്, വേറൊരു അതുപോലെ ഭയങ്കര ക്ലാസ് ആയിട്ടാണ് എനിക്ക് രൺബീർ കപൂർ ചെയ്തു തോന്നിയത്. ഇവൻ അദ്ദേഹം മാസമായിട്ടും രാമൻ വരെ ക്ലാസ് ആയിട്ടും പിന്നെ സീതായിട്ട് പലരും പല ഇതിന്റെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു സായി പല്ലവി ചെയ്യുന്നതിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു സായി പല്ലവിനെ അതിന്റെ ഒരു പെർഫോമൻസും കൂടി എടുത്തിട്ടായിരിക്കാം സായി പല്ലവിനെ ഈ സിനിമയിലേക്ക് എടുക്കാൻ കാരണം. എനിക്ക് ഒരുപാട് ബോളിവുഡിൽ ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആക്ട്രസ്മാരുണ്ട്. സായി പല്ലവി എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയാ ഈ ഒരു പെർഫോമൻസ് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സീനുകൾ ഞാൻ എൻ്റെ ഓഫീസ് ടൈമിലും എപ്പോഴും ചുവട്ടിൽ വെച്ച് കേൾക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ സബ്ജക്റ്റിനോട്, റിയൽ ആയിട്ടുള്ളത് അറിയാൻ. എപ്പോഴും അത് തോന്നുന്നത് വെച്ചാൽ ഇതൊന്നും നമ്മൾ കേട്ട പോലെ വെറും കഥയല്ല, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഹിസ്റ്ററി ആണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇഷ്ടമാണ്, ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ എപ്പോഴും ഇത് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം നിങ്ങൾ പലരും എനിക്കൊരു അപേക്ഷയാണ്, നമ്മളൊക്കെ തീരെ ഇന്ത്യക്കാർക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള കൾച്ചർ ഹിസ്റ്ററി ഒന്നും എവിടെയും ഇല്ല. ഞാൻ അങ്ങനെ ഇന്ത്യയിൽ എല്ലാത്തിൻ്റെയും ആരംഭം ഇന്ത്യ തന്നെയായിരുന്നു, എല്ലാത്തിൻ്റെയും. സോ അത് എന്താ പറയാ, അതാ ഭയങ്കര പ്രൗഡാണ് അതില്. സോ ഇത് നമ്മൾ മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഇത് ഒരു 5000 വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ടാക്കി. ഇത് അതിനും ഒരു 10-12,000 വർഷം മുന്നെയാണ് ഈ രാമായണം നടക്കുന്നത്. സോ ബാക്കി വരുന്ന കുറച്ച് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സ്പിരിച്വൽ എടുക്കേണ്ടത് അങ്ങനെ എടുക്കണം, റിയാലിറ്റി ആയിട്ട് കാണേണ്ട അങ്ങനെയും കാണണം. നമുക്ക് പറ്റുന്നില്ല പ്രശ്നം. ഓക്കെ, സോ കൂടുതലായിട്ട് അതിനെ പറ്റി സംസാരിക്കാം. ഇത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. സോ ഈ സിനിമ എന്താ പറയാ, അത് കംപ്ലീറ്റ് ചെയ്ത് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയാ, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഏറ്റവും നല്ല വേർഷൻ ആയിരിക്കും രാമായണത്തിന്റെ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ പറയാം, എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ സൂചിപ്പിച്ചു എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. സോ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ഒക്കെ പറയാനുള്ള കാര്യം ഇതാണ്, ഇത് ഒരിക്കലും ഒരാൾ ചുമ്മാ ഔട്ട് ഓഫ് തിൻ എയർ എഴുതി വെച്ച സ്റ്റോറി അല്ല രാമായണം. വിത്ത് പ്രൂഫ്, ഒരുപാട് പ്രൂഫ് ഉണ്ട് ഇതിൻ്റെ ഇന്ത്യയില്. സോ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുറേ ജനറേഷൻസ് മുന്നേ അങ്ങനെ പറഞ്ഞൂടെ, അങ്ങനെ തന്നെ പറയാം, നമ്മൾ ഒരുപാട് ജനറേഷനുകൾ എത്രയോ 1000 വർഷങ്ങൾ മുന്നേ നമ്മുടെ നാട്ടിൽ ജീവിച്ച ആൾക്കാരാണ്, ജനിച്ച് വളർന്ന് മരിച്ച ആൾക്കാരാണ്. സോ ഒരുപാട് രാമഭദ്രന്മാർ ഒരുപാടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ എസ്പെഷ്യലി. സോ ഇതൊക്കെ നമ്മൾ എന്താ പറയാ, കുറേ ഡിബേറ്റും കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഡിബേറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്നും ഇതേക്കുറിച്ച് അധികം അറിയാത്ത ആൾക്കാരാണ്, എന്താണ് ശരിക്കും നടന്നെന്ന് അറിയാത്ത ആൾക്കാരാണ്. സോ കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. നല്ല രസമാണ് നമ്മളെ ഇത്ര റിച്ച് ഹിസ്റ്ററി നമ്മൾ ഇന്ത്യക്കാർക്ക് ഉണ്ടെന്നുള്ളത് ഭയങ്കര പ്രൗഡ് വരുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ. സോ ഈ സിനിമ അതിനൊരു ഇതും വരുത്താതെ ആ കഥയ്ക്കും ഇതിഹാസം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻ എന്നാണ് സംസ്കൃതത്തിൽ വരുന്ന അർത്ഥം. ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻ, അങ്ങനെ തന്നെയാണ് ആ സ്റ്റോറിയും, അങ്ങനെയാണ് ആ സ്റ്റോറി നടന്നത് എന്ന്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലും ഡീകോഡിങ്ങും ഒക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഒരു തുടക്കം പോലെ ഇങ്ങനെ ഒരു സിനിമേന്റെ ട്രെയിലർ ചെയ്തു എന്നുള്ളൂ. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ഒരു ഡൗട്ടും ഇല്ല, ഉറപ്പാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.